ജെയ്ക്സ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഓഫ് കോഴ്സ് ജെയ്ക്സും ഞാനും ഒരുപാട് വർഷങ്ങളുടെ പരിചയമുണ്ട്. പക്ഷെ അയ്യപ്പനും ഘോഷിയും ചെയ്യുന്ന സമയത്ത് ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ജെയ്ക്സ് മലയാള സിനിമയിലെ ഏറ്റവും പ്രോമിസിംഗ് ന്യൂ മ്യൂസിക് ഡയറക്ടർ മാത്രമാണ്. ഇന്ന് ഐ ക്യാൻ ഗ്യാരണ്ടി ജെയ്ക്സ് ബിജോയ് മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടോ ഒരു ബിറ്റ് ഓഫ് മ്യൂസിക്കോ പോലും കേൾക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് റെക്കോർഡ് തുകയ്ക്ക് ഓഡിയോ റൈറ്റ്സ് വാങ്ങിക്കുന്ന ഒരവസ്ഥ അയാൾ സ്വന്തമായി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു. ആൻഡ് ഐ സ്റ്റിൽ ബിലീവ്, ഇന്നും ഞാൻ വിശ്വസിക്കുന്നു, ജെയ്ക്സിന്റെ ബെസ്റ്റ് ഇസ് സ്റ്റിൽ അഹെഡ് ഓഫ് ഹിം. ജെയ്ക്സിന്റെ ട്രൂ സ്പെക്ട്രം നിങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ആൻഡ് വാട്ട് ഈസ് ഡൺ ഫോർ വിലായത് ബുദ്ധ, ഈ സിനിമയ്ക്ക് ജെയ്ക്സ് കൊണ്ടുവന്നിരിക്കുന്ന ഫ്ലേവർ, ഈ സിനിമയുടെ കഥയും പശ്ചാത്തലത്തെയും കഥാപാത്രങ്ങളെയും ജെയ്ക്സ് മനസ്സിലാക്കിയിരിക്കുന്ന രീതി ഇസ് ട്രൂലി ഓ ഇൻസ്പയറിംഗ്. സോ താങ്ക് യു ജെയ്ക്സ് ഫോർ ഓൾ ദാറ്റ് യു ഹാവ് ഡൺ. ഇന്ദുവിൻ്റെ ആദ്യത്തെ കഥാപാത്രത്തിനല്ല എൻ്റെ മുഖം ആവുന്നത്. ഇതിനു മുമ്പ് കാപ്പയിൽ കൊട്ടമധുവായി ഞാൻ അഭിനയിച്ചിരുന്നു. ഇന്ദുവിൻ്റെ അവസാനത്തെ കഥാപാത്രവും ആയിരിക്കില്ല എൻ്റേതായി എൻ്റെ ഫിൽമോഗ്രഫിയിൽ വരുന്നത്. ഞാൻ ഭയങ്കര ഫാനാണ് ഇന്ദുവിൻ്റെ റൈറ്റിങ്ങിൻ്റെ. ഒരുപാട് കഥകളും വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇന്ദുവിൻ്റെ അടുത്ത ഒരുപാട് ചിന്തകളും കഥാപാത്രങ്ങളും എന്നിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. താങ്ക് യു. മോഹനൻ്റെ മുഖം എൻ്റേതായി തെളിഞ്ഞപ്പോൾ അതിന് സമ്മതം മൂടിയതിന് ഒരുപാട് നന്ദി. ശ്രീജിത്ത്, ഓഫ് കോഴ്സ് ശ്രീജിത്ത് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടെക്നീഷ്യൻസ് ഇൻ മലയാളം സിനിമ. ശ്രീജിത്ത് ഓഫ് കോഴ്സ് ഒരു ടോപ്പ് എഡിറ്ററാണ്. ഹീസ് ഓൾസോ വൺ ഓഫ് ദ ഫൈനസ്റ്റ് കളറേഴ്സ് ദാറ്റ് ഐ ഹാവ് നോൺ. ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ, അങ്ങനെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. സിനിമയുടെ എഡിറ്റിങ്ങും കളറിങ്ങും ഒരുമിച്ച് ചെയ്യുന്ന എത്ര ടെക്നീഷ്യൻസ് ഇന്ത്യയിലുണ്ടെന്ന് എനിക്കറിയില്ല. ആ രീതിയിൽ വൺ ഓഫ് ദ റിയലി ഫൈൻ ടെക്നീഷ്യൻസ്, യങ് ടെക്നീഷ്യൻസ് വി ഹാവ്. ഗ്ലാഡ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഫിലിം. ഒരുപാട് പേരുടെ പേരുകൾ ഞാൻ വിട്ടുപോകും. സംഗീത്, ഓഫ് കോഴ്സ് രാജേഷ്, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, മൈ കോ ആക്ടേഴ്സ് പ്രിയ, ധ്രുവൻ, അനു എന്നിവരില്ല. അവർക്കൊക്കെ ഉപരി ക്ഷമിച്ചേട്ടൻ. ഇതിലെ 2 കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന മോഹനനും ഭാസ്കരനും മാഷുമായിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ് ഈ സിനിമയുടെ ഫൾക്രം. അതിന് എന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ മികവിലൂടെ ഒരുപാട് സഹായിച്ചൊരു കോ ആക്ടറാണ് ഷമിച്ചേട്ടൻ. ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഷമിച്ചേട്ടനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ഷമിച്ചേട്ടൻ പ്രായമായതിനു ശേഷമുള്ള ഒരു അപ്പിയറൻസ് ഉണ്ട്. എനിക്ക് ശരിക്കും തിലങ്കനകളുടെ ഓർമ്മ വരുന്നുണ്ട് എന്ന് ഞാൻ ഷമിച്ചേട്ടനോട് തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നും എന്നാണ് എൻ്റെ വിശ്വാസം. 21-ാം തീയതി സിനിമ റിലീസാവുകയാണ്. ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു വലിയ യാത്രയുടെ പര്യവസാനമാണ്. ഈ സിനിമ 21-ാം തീയതി റിലീസാകുമ്പോൾ എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണം, അതാണ് മർമ്മപ്രധാനം. പക്ഷേ ഐ ഹോപ്പ് somewhere Sachi is sitting and watching this and he feels proud. Thank you so much.